കാര്യവിചാരം 94 വർഗീയ വിഷം. കാർക്കോടക സർപ്പത്തിൻ്റെ വിഷമാണ് ഏറ്റവും ഉഗ്രമായ വിഷമെന്ന് പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിലും ഉഗ്രമായ ഒന്നുണ്ട്, വർഗീയ വിഷം. ആ വിഷത്തിനെതിരായി ഒരു ആൻറ്റിഡോട്ട് മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മതം, ജാതി, വർഗം എന്നീ വേർതിരിവുകളാകുന്ന മതിൽക്കെട്ടുകൾ മനുഷ്യരെ ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ലാത്തവണ്ണം വേർതിരിച്ചിരിക്കുന്നു. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇത് പ്രതിഫലിക്കുന്നത് കാണാം. രാഷ്ട്രീയം, വിദ്യാഭ്യാസം, വ്യവസായം, ഭരണം, ഉദ്യോഗം എന്നുവേണ്ട എല്ലാം. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ അധികാരമാറ്റം നാമെല്ലാം കണ്ടതാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ ദീർഘകാലത്തെ ആധിപത്യത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു. ഋഷി സുനക്കിനെ തോൽപ്പിച്ച് കെയർ സ്റ്റാർമർ അധികാരം പിടിച്ച് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഈ മാറ്റം ഋഷി സുനക്കിൻ്റെ ഭരണപരാജയത്തിൻ്റെ അനന്തരഫലമാണ് എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. എന്നാൽ ഋഷി സുനക്കിനെപ്പോലെ ബ്രിട്ടീഷുകാരനല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രിയായ നാൾ മുതൽ പാർലമെൻറ്റ് മെമ്പർമാരുടെ ഇടയിൽ ഇഷ്ടക്കേടും കല്ലുകടിയും തുടങ്ങിയത് നമ്മൾ കണ്ടതാണ്. പോരെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ വംശജനാണെന്നുള്ളത് അവരുടെ വെറുപ്പിന് ശക്തി കൂട്ടി. ഇതൊരു വർഗീയ വിദ്വേഷമല്ലെങ്കിൽ പിന്നെന്താണ്? നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയം മുഴുവൻ മതവർഗീയ ജാതീയ ചിന്ത മൂലം സമൂലം അധപ്പതിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ബഹുസ്വരതയുടെ ഭാഗമായി മാത്രം കണ്ട് സമാധാനിക്കാൻ നാം അത്ര ബുദ്ധികെട്ടവരാണ്. പാർലമെൻറ്റിലേക്കോ അസംബ്ലിയിലേക്കോ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അവർ ഏത് മതത്തിലും ജാതിയും പെട്ടവരാണെന്ന് നോക്കിയാണ്. ഹിന്ദുവിനെ ഇവിടെ നിർത്തിയാൽ ജയിക്കുമോ, മുസ്ലിമിനെ അവിടെ നിർത്തിയാൽ ജയിക്കുമോ, അതോ ക്രിസ്ത്യാനിയെ നിർത്തണോ ഇവിടെ എന്നൊക്കെ. പൗരാണിക കാലം മുതൽ ജാതീയ ചിന്ത മനുഷ്യജീവിതത്തെ അടിമുടി സ്വാധീനിച്ചിരുന്നു എന്ന് വ്യക്തം. ഭാരതത്തിൽ സ്വാതന്ത്ര്യാനന്തരം നിലവിൽ വന്ന സംവരണ നിയമം സമസ്ത മേഖലകളിലും വർഗീയ ചിന്ത പടരാൻ സഹായിച്ചിട്ടുണ്ട്. സംവരണത്തിലൂടെ പ്രവേശനം ലഭിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തുന്ന കുട്ടികളുടെ മനസ്സിൽ ആദ്യാവസാനം ജാതീയ വർഗീയ വിവേചന ചിന്ത ഉണ്ടാകുന്നുണ്ട്. നായർ കുട്ടികൾ, ഈഴവ വിദ്യാർത്ഥികളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളുമൊക്കെ അവരവരുടെ സ്വന്തം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് അകൽച്ച പാലിക്കുന്നു. ഞാൻ 1960കളിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചപ്പോഴത്തെ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ കാലത്ത് ഇത്തരം വർഗീയ ചിന്ത കുട്ടികളുടെ മനസ്സിനെ എത്രമാത്രം അധസ്ഥിതമാക്കും എന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അധ്യാപകർക്ക് കുട്ടികളോടുള്ള ഇടപെടലുകളിൽ പോലും ഈ ചിന്ത നിഴലിക്കുന്നതായി കാണാം. ജാതിമത വിഭിന്നതയെപ്പറ്റി ചില മഹാത്മാക്കൾ പറയുന്നത് കേൾക്കുക. ഒരു സുഹൃത്തിൽ നിന്നും അകലുന്നതിന് ഞാൻ ഒരിക്കലും മതമോ ശാസ്ത്രമോ തത്വശാസ്ത്രമോ പരിഗണിച്ചിട്ടില്ല എന്ന് തോമസ് ജെഫേഴ്സൺ. ഈശ്വരൻ മതാടിസ്ഥാനത്തിൽ മനുഷ്യന് വേർതിരിവ് കൽപ്പിച്ചിട്ടില്ല. കാരണം ഈശ്വരന് മതമില്ല. നിങ്ങളുടെ മതത്തിന് മറ്റ് മതങ്ങളെക്കാൾ മേൽക്കോയ്മയുണ്ടെന്ന് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. മതവിവേചനം എന്നത് മതങ്ങളുടെ അർത്ഥത്തിന് വിരുദ്ധമാണ്. ദൈവവും മനുഷ്യനുമായുള്ള തീരാത്ത സംഭാഷണമാണ് മതം. അതിനെ അവഹേളിക്കരുത്. മതം ഒന്നേ ഉള്ളൂ, അത് മനുഷ്യമതമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഭാരതം സർവ്വമതങ്ങളും സത്യമാണ് ഉദ്ഘോഷിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. വിശ്വൈക സഹനത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്നു. എല്ലാ ജാതിമതങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള അഭയാർത്ഥികളെ ഹൃദയംഗമമായി സ്വീകരിക്കുന്ന ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു.
സായിബാബ സർവ്വമതങ്ങളും ഒരു കുടക്കീഴിൽ സസ്നേഹം നീങ്ങണമെന്ന് പഠിപ്പിച്ചു. അതിനായി ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും മതപരമായ ആഘോഷങ്ങൾ ഒരുമിച്ച് സംഘടിപ്പിച്ചു. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലെയും മതസ്പർദ്ധ ഒഴിവാക്കുന്നതിന് എല്ലാ മതങ്ങളുടെയും പുരോഹിതന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സർവമത സമ്മേളനങ്ങളിൽ ആ ആശയം പ്രചരിപ്പിക്കുകയും വേണം. കൂടാതെ അതിലും പ്രധാനമായി മതവും രാഷ്ട്രീയവും കൂടി ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും വേണം. വർഗീയ വിഷം ലവലേശമില്ലാത്ത ഒരു ലോകം സ്വപ്നം കാണാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എങ്കിലും അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം.